തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി കല്ലറ തുറക്കാൻ പോലീസിന് അധികാരമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു. കല്ലറ തുറക്കാനുള്ള RDOയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഗോപൻ സ്വാമി എങ്ങനെ മരിച്ചുവെന്ന് പറയാൻ കുടുംബത്തോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. മരണം എവിടെയാണ് അംഗീകരിച്ചതെന്നും മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്നും ഹൈക്കോടതി ചോദിച്ചു. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ശ്രീകാന്ത് തന്നെയുണ്ട് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളും കുടുംബത്തോട് ചോദിച്ച ചില ചോദ്യങ്ങളാണ് ഇതൊക്കെ. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ ചില നിയമപരമായ നടപടിക്രമങ്ങളുണ്ട്. മറ്റൊന്ന്, ഈ കല്ലറ തുറക്കുന്നതിന് എന്തിനാണ് ഇത്ര പേടി എന്ന ചോദ്യം. കോടതി ഇന്നിപ്പോൾ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീകാന്തിലേക്ക് ഉടൻ തന്നെ മടങ്ങി വരാം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അല്ലെ? മരണമുണ്ടായാൽ മരണ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഇത് എന്തിനാണ് ഇവർ ഇത്രയധികം ചില വിശ്വാസ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അവർ അത് കല്ലറ തുറക്കരുത് എന്ന് പറയുന്നത്. പക്ഷേ അതല്ല, നമ്മുടെ നാട്ടിലൊരു നിയമ സംവിധാനമുണ്ട്, നിയമവ്യവസ്ഥതയുണ്ട്. ശ്രീകാന്ത് പറയൂ. ഈ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി അതൊരു വലിയ തീരാത്ത വിഷയമായി മാറുകയാണ്, ഒരു കീറാമുട്ടിയായി മാറുകയായിരുന്നു. പക്ഷെ കോടതിക്ക് അതൊരു ചെറിയ കേസാണ്. കോടതിക്ക് അത് എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായ ധാരണയുണ്ട്. അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണം. അത് കോടതി ഇന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. ഇന്ന് ഈ കേസ് വീട്ടുകാരാണ്, കുടുംബമാണ് കോടതിയിലേക്ക് എത്തിച്ചത്. അവർ പറയുന്നത് RDO ഈ കല്ലറ തുറന്നു പൊളിക്കാൻ ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. ആ ഉത്തരവ് സ്റ്റേ ചെയ്യണം. ഇതായിരുന്നു അവരുടെ ആവശ്യം. കോടതി അതിന്മേൽ ആദ്യത്തെ ചോദ്യം ചോദിച്ചത് ഇങ്ങനെയാണ്: ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മരണ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടോ, അത് കാണിക്കൂ എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും എന്ന് കോടതി പറഞ്ഞു. അസ്വാഭാവിക മരണമായി കണക്കാക്കിയാൽ പോലീസിന് ഡയറക്റ്റ് അതിലേക്ക് എൻട്രി ചെയ്യാനും സാധിക്കും, അന്വേഷണം തടയാനാവില്ല എന്ന് കൃത്യമായി കോടതി പറയുന്നുണ്ട്. കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. FIR രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ട്. സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ നടന്നത് എന്ന് തിരിച്ചറിയണം. എങ്ങനെ മരിച്ചു എന്ന് പറയാൻ കോടതി ഈ കുടുംബത്തോടും ആവശ്യപ്പെട്ടു. മരണം എവിടെയാണ് നിങ്ങൾ കൊണ്ടുപോയി അംഗീകരിച്ചത്, ഈ മരണം സർട്ടിഫൈ ചെയ്തത് എവിടെയാണ് തുടങ്ങിയ ചോദ്യം കോടതിയിൽ നിന്നും ഉണ്ടായി. സ്വാഭാവിക മരണമാണെങ്കിൽ അംഗീകരിക്കാം, കല്ലറ തുറക്കില്ല. പക്ഷേ അസ്വാഭാവിക മരണമാണെങ്കിൽ പോലീസ് അന്വേഷിക്കും, അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് കോടതി വ്യക്തമാക്കുന്നു. എന്തിനാണ് ഈ കല്ലറ തുറക്കുന്നതിനെ നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി കോടതിയിൽ നിന്നും വന്നിട്ടുണ്ട്. ഒരു സാങ്കേതിക നടപടി എന്ന രീതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് നോട്ടീസ് പോയിട്ടുണ്ട്. അടുത്തയാഴ്ച കേസ് പരിഗണിക്കും. എന്തായാലും ഹോമം, പൂജ, കൂടോത്രം ഉൾപ്പെടെ ആ നാട്ടുകാരോട് കാണിച്ച പരിപാടികൾ കോടതിയോട് നടക്കില്ല. തുറക്കാൻ കോടതി പറഞ്ഞാൽ തുറക്കണം, അന്വേഷിക്കാൻ പറഞ്ഞാൽ അന്വേഷിക്കുകയും വേണം. അതെ ശ്രീകാന്ത്, ഈ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്. എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, ചിലർ അവിടെ ഇവിടെ നിന്നൊക്കെ ഇതിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നു, ആ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നു. ആ രീതിയിലൊരു കാര്യം വന്നപ്പോഴാണ് ക്രമസമാധാനം അത് മുൻനിർത്തി പിന്നീടത്തേക്ക് കല്ലറ പൊളിക്കുന്നത് മാറ്റിവെച്ചു. അവിടെ ഉണ്ടായ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് കല്ലറ പൊളിക്കാൻ ചെന്നപ്പോൾ. പക്ഷെ ഉയരുന്ന ഒരു ചോദ്യം, ഭരണകൂടത്തിന് ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ അതിലെന്താണ് തടസ്സം? ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും കല്ലറ എപ്പോൾ പൊളിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വരുന്നില്ലല്ലോ അല്ലേ? നിലവിൽ കോടതിയിലേക്ക് ഒരു കേസ് വന്നാൽ അതിലൊരു സ്വാഭാവികമായി എടുക്കുന്ന സമയം മാത്രമേ ഹൈക്കോടതി ഇന്ന് സിംഗിൾ ബെഞ്ച് ഈ കേസിൽ എടുത്തിട്ടുള്ളൂ. അതായത് ജില്ലാ കളക്ടർക്ക് ഒരു നോട്ടീസ് പോയി. അവരെ നോട്ടീസിൽ കൃത്യമായി പറയാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കും: ഞങ്ങൾക്കത് പൊളിക്കണം, പരിശോധിക്കണം, അത് സ്വാഭാവികമാണോ അസ്വാഭാവിക മരണമാണോ എന്നറിയണം, അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ടോ എന്നറിയണം, അത് സ്റ്റേറ്റിന്റെ അവകാശമാണ്, സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്, അത് ഞങ്ങളെ ചെയ്യാൻ അനുവദിക്കണമെന്ന് കോടതിയോട് പറഞ്ഞാൽ നോ എന്നൊരു വാക്ക് കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. അക്കാര്യത്തിൽ കോടതി ഉറച്ച നിലപാട് സ്റ്റേറ്റിനൊപ്പം എടുക്കുകയും ചെയ്യും. ഒരു കാര്യം ഓർക്കണം, കൂടത്തായി കേസിലും സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. കല്ലറ പൊളിച്ച് പരിശോധിക്കാൻ എത്തിയപ്പോൾ പ്രാദേശികമായും മതപരമായും വൈകാരികമായും ഒക്കെ എതിർപ്പുയർന്നതാണ്. അതിനെ അവഗണിച്ച് KG സൈമൺ എന്ന ഉദ്യോഗസ്ഥൻ, പോലീസ് ഉദ്യോഗസ്ഥൻ നെഞ്ചും വിരിച്ച് നിന്നപ്പോഴാണ് ഈ കൂടത്തായി കേസിലെ ഉള്ളറകളിൽ നടന്ന കളികൾ അതെല്ലാം പുറത്തു വന്നത്. ഞെട്ടിക്കുന്ന കൊലപാതക വിവരം പുറത്തറിയുന്നതും സ്വാഭാവികമായും നമ്മളത് കൊലപാതകമെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ സത്യമറിയാൻ സ്റ്റേറ്റിന് അവകാശമുണ്ട്, അധികാരമുണ്ട്. അത് കോടതി സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ വാദങ്ങളിൽ നിന്നും നമുക്ക് ബോധ്യപ്പെട്ടത്. ശരി ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.